ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വർണ്ണശബളമായ ശോഭയാത്രയോടെ സംസ്ഥാനത്തെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ഏഷ്യാ കപ്പ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം രാത്രി 8-ന്. ഇന്ത്യക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 282 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ദൌത്യത്തിലാണ് രാജ്യമെന്നും വിദേശ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടുവരികയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ ഗോലാഘട്ട് ജില്ലയിൽ രാജ്യത്തെ പ്രഥമ മുള അധിഷ്ഠിത ബയോ എത്തനോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഴക്കടൽ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുകയും ഊർജ്ജ സ്വാശ്രയത്വം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും ബയോ എഥനോൾ പ്ലാന്റ് ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സൗരോർജ്ജ മേഖലയിൽ മികച്ച 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. അസമിൽ 18,530 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വ്യാവസായിക വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കമിട്ടത്. അസമിലെ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ജോർഹട്ട് വിമാനത്താവളത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് തിരിക്കും. ഇന്ന് ഹിന്ദി ദിവസ്. 1949 ഈ ദിവസമാണ് ഭരണഘടനാ അസംബ്ലി ദേവനാഗരി ലിപിയിലെ ഹിന്ദി ഭാഷ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. രാജ്യത്തിന്റെ സ്വത്വത്തിന്റെയും മൂല്യങ്ങളുടെയും ഊർജ്ജസ്വലമായ പൈതൃകമാണ് ഹിന്ദി ഭാഷയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 5ാമത് അഖില ഭാരതീയ രാജ്യഭാഷാ സമ്മേളനം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. 15ാം കേരള നിയമസഭയുടെ 14ാമത് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. നാളെ മുതൽ ഒക്ടോബർ 10 വരെയുള്ള സമ്മേളനത്തിലെ 9 ദിവസങ്ങളും ഔദ്യോഗിക കാര്യങ്ങൾക്കായിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളതെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ, കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ, ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ, കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ എന്നിവ പരിഗണിക്കാൻ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ബില്ലുകളുടെ പരിഗണന കാര്യോപദേശക സമിതി തീരുമാനം അനുസരിച്ചായിരിക്കും. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ പി തങ്കച്ചൻ, നിലവിലെ സഭയിലെ അംഗമായിരുന്ന വാഴൂർ സോമൻ എന്നിവരുടെ നിര്യാണത്തിൽ റഫറൻസ് നടത്തി നാളെ സഭ പിരിയും. രാഹുൽ മാങ്കൂട്ടത്തിന് സഭയിൽ പ്രത്യേക ബ്ലോക്കായി സീറ്റ് അനുവദിക്കുമെന്ന് സ്പീക്കർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രോഗം ബാധിച്ച 17കാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടിയെ കുളിക്കാനിറങ്ങിയ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളം പൂട്ടി വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 10 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തീരുമാനമാണ് സംസ്ഥാന മന്ത്രിസഭ കൈക്കൊണ്ടതെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്ന തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് നിബന്ധനകളിൽ ഇളവ് വരുത്തിയതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടാണ് സംസ്ഥാനം നിയമനിർമ്മാണം നടത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് പരിഷ്കരിച്ച ചരക്ക് സേവന നികുതി നിരക്കുകൾ ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വലിയ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര നടപടി. പുതുക്കിയ നിരക്ക് പ്രകാരം കണ്ണടകളുടെയും ലെൻസുകളുടെയും നികുതി 12-ൽ നിന്ന് 5% കുറഞ്ഞു. കാഴ്ച പരിമിതി നേരിടുന്ന വിദ്യാർത്ഥികൾ, പ്രായമായവർ, താഴ്ന്ന വരുമാനമുള്ളവർ എന്നിവർക്ക് ഇത് ആശ്വാസകരമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. സംസ്ഥാനത്തെ മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും. ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സ്ഥാപിച്ച പച്ചത്തുരുത്തുകളിൽ മികച്ചവയെ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിംഗ് പൂർത്തിയായതായി ഹരിത കേരള മിഷൻ ഉപാധ്യക്ഷ TN സീമ അറിയിച്ചു. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന പുരസ്കാര വിതരണ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR _TVM X ഹാൻഡിലും ലഭ്യമാണ്.
അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ നടന്ന ആഘോഷ പരിപാടികൾ ഗുരു പവനപുരിയെ അക്ഷരാർത്ഥത്തിൽ അമ്പാടിയാക്കി മാറ്റി. ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നടക്കുന്ന ഉറിയടി ഘോഷയാത്ര രാവിലെ 9 മണിക്ക് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ജീവത എഴുന്നള്ളിപ്പും ഘോഷയാത്രയ്ക്കൊപ്പം നടന്നു. ഘോഷയാത്ര ഉച്ചയ്ക്ക് 12 മണിയോടെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നും ശിവകൃഷ്ണ ഭക്ത സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഉറിയടി ഘോഷയാത്രയും നടന്നു. ഉച്ചയ്ക്ക് ശേഷം അഷ്ടമി രോഹിണി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. വൈകിട്ട് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയുടെ ഭാഗമായി 100 കണക്കിന് ഗോപികമാരും കണ്ണന്മാരുമാണ് അണിനിരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ശോഭായാത്ര തിരുവനന്തപുരം നഗരത്തിൽ പുരോഗമിക്കുന്നു. പാളയം ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മഹാശോഭായാത്ര അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായി ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ 8 കേന്ദ്രങ്ങളിൽ നിന്ന് ചെറു സംഘങ്ങൾ പാളയം ഗണപതി ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം മഹാശോഭായാത്രയായി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണ വേഷം കെട്ടിയ 100 കണക്കിന് കുട്ടികളും നിശ്ചല ദൃശ്യങ്ങളും ഭജന സംഘങ്ങളും ശോഭായാത്രയിൽ അണിനിരക്കുന്നുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്ത് മഹാ ആരതി സമ്മേളനത്തോടെ ശോഭായാത്ര സമാപിക്കും. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ശോഭായാത്ര നടന്നു. നഗരത്തിൽ വിവിധയിടങ്ങളിൽ നിന്നും പുറപ്പെട്ട ശോഭായാത്രകൾ മഹാശോഭായാത്രയുടെ ഭാഗമായി മുതലക്കുളത്ത് സമാപിക്കും. ആറന്മുള ക്ഷേത്രത്തിലെ പ്രശസ്തമായ അഷ്ടമി രോഹിണി വള്ളസദ്യ ഇന്ന് നടന്നു. രാവിലെ 5 മണി മുതൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ദേവസ്വം മന്ത്രി VN വാസവൻ ഭദ്രദീപം തെളിയിച്ചു. കൃഷിമന്ത്രി P പ്രസാദ് വിശിഷ്ടാതിഥിയായിരുന്നു. രാവിലെ 11:30 തുടങ്ങിയ സദ്യ വൈകുന്നേരം 3 വരെ നീണ്ടു. ക്ഷേത്രത്തിൽ എത്തിയ 52 പള്ളിയോട കരക്കാർ വള്ളസദ്യയും ഭക്തർ സമൂഹസദ്യയും കഴിച്ചു മടങ്ങി. ഒക്ടോബർ 2 ഇക്കൊല്ലത്തെ വള്ളസദ്യകൾക്ക് സമാപനമാകും. ഇന്ത്യക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 282 റൺ വിജയലക്ഷ്യം. ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റിന് 281 റൺ എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 11 ഓവറിൽ 1 വിക്കറ്റിന് 82 റൺ എടുത്തിട്ടുണ്ട്. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണുള്ളത്. ഏഷ്യാകപ്പ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ 48 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ മീനാക്ഷി ഘോഡയ്ക്ക് സ്വർണം. ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നടന്ന മത്സരത്തിൽ കസാഖ് താരത്തെ പരാജയപ്പെടുത്തിയാണ് മീനാക്ഷി സ്വർണ്ണ മെഡൽ നേടിയത്. 2ാം ലോക മഹായുദ്ധാനന്തരം നാട്ടിലുണ്ടായ പട്ടിണി മാറ്റാൻ ഇടുക്കിയുടെ ഉൾക്കാടിന്റെ നടുവിൽ ഉദയം ചെയ്ത നെൽ കർഷക ഗ്രാമമാണ് മക്കുവള്ളി. സർ CP-യുടെ ഭരണകാലത്ത് നെൽകൃഷി തുടങ്ങിയ മക്കുവള്ളിയിലെ വയലുകളിൽ ഇന്നും നെല്ലുൽപാദനമുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. 2ാം ലോക മഹായുദ്ധാനന്തരം കേരളത്തിലും പട്ടിണി കൊടുമ്പിരി കൊണ്ട കാലം. ഇടുക്കിയിലെ കൊടും കാടിനുള്ളിലുള്ള മക്കുവള്ളിയിലേക്ക് ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ശ്രദ്ധയെത്തി. പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചവരാണ് ഇവിടെയെത്തി കൃഷി തുടങ്ങിയത്. കൊടും ശൈത്യം നിറഞ്ഞ പ്രകൃതിയോടും ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളോടും പൊരുതി ഒടുവിലവർ പാടത്ത് പൊന്നു വിളയിച്ചു. നെൽകൃഷി ഇന്നും പാരമ്പര്യമായി ഇവിടെയുള്ളവരിൽ ചിലർ തുടരുന്നുണ്ട്. വിതയും കൊയ്ത്തും മക്കുവള്ളിയുടെ പ്രധാന ഉത്സവങ്ങളാണ്. വളവും കീടനാശിനിയുമില്ലാതെ 100 മേനി വിളഞ്ഞ നെൽപ്പാടങ്ങളിൽ വർഷത്തിൽ 3 കൃഷി എന്നത് ഇപ്പോൾ ഒരു തവണ മാത്രമായി ചുരുങ്ങിയെന്ന് മാത്രം. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് 5-ന് തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തതയെന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വർണ്ണശബളമായ ശോഭായാത്രയോടെ സംസ്ഥാനത്തെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ഏഷ്യാകപ്പ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം രാത്രി 8-ന്. ഇന്ത്യക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 282 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.